ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ. ഹരേ കൃഷ്ണ. ജയ് ശ്രീ രാധേ രാധേ. മധുരം സുഹൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശിയാണ് ഉദ്ധാന ഏകാദശി. ഇത് പ്രബോധിനി ഏകാദശി, ദേവ ഉഡാനി ഏകാദശി എന്നും പറയുന്നു. ചതുർമാസ വ്രതത്തിന്റെ അവസാന ദിവസമാണിന്ന്. ഈ ദിവസം ഭഗവാൻ മഹാവിഷ്ണു നിദ്രയിൽ നിന്ന് ഉണർന്നു എന്നാണ് വിശ്വാസം. ആഷാഢമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിക്ക് നിദ്രയിൽ പ്രവേശിക്കുന്ന ഭഗവാൻ കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിക്ക് ഉണർന്നെണീക്കുന്നു. ലക്ഷ്മി ദേവി ഭഗവാനെ ഉണർത്തി ലോകസൗഖ്യം പുനഃസ്ഥാപിച്ച പുണ്യദിനം. ഇന്നേ ദിവസമാണ് ഭഗവാൻ സാളഗ്രാമമായി തുളസി ദേവിയെ വിവാഹം കഴിച്ച തുളസി കല്യാണവും നടന്നത്. 2025 ഈ വർഷത്തെ കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശി തിഥി ആരംഭിക്കുന്നത് 2025 നവംബർ 1 തീയതി ശനിയാഴ്ച രാവിലെ 9:11 അവസാനിക്കുന്നത് നവംബർ 2 തീയതി ഞായറാഴ്ച രാവിലെ 7:31 അതുകൊണ്ട് ഏകാദശി ആചരിക്കുന്നത് ഏകാദശിയും മഹാദ്വാദശിയും കൂടി വരുന്ന നവംബർ 2 തീയതി ഞായറാഴ്ചയാണ്. ഈ ഏകാദശിക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. ത്രിസ്പർശ മഹാദ്വാദശിയാണ്. അതായത് നവംബർ 2 തീയതി ഏകാദശിയും മഹാദ്വാദശിയും ത്രയോദശി തിഥിയും കൂടി വരുന്ന മഹത്തരമായ ദിവസമാണ്. ലക്ഷ്മി ദേവി ഭഗവാനെ നിദ്രയിൽ നിന്നും ഉണർത്തുന്നത് കൊണ്ട് തന്നെ ഈ ഏകാദശി വ്രതം എടുക്കുന്ന ഭക്തർക്ക് ഭഗവാൻ വിഷ്ണുവിനോടൊപ്പം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും ഉണ്ടാകും. അത് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. എന്റെ ഈ ഉണർവ് ആരാണോ ഭക്തിയോടുകൂടി സേവിക്കുന്നത് ആ ഭക്തനിൽ ഞാൻ ദേവിയോടൊപ്പം വസിക്കും. ലക്ഷ്മി സമേതനായി ഭഗവാൻ ഇരിക്കുന്ന വീടുകളിൽ സമ്പൽ സമൃദ്ധി ഉണ്ടാകും അല്ലേ? അപ്പോൾ ഈ ഉദ്ധാന ഏകാദശിക്ക് അത്ര മഹത്വമുണ്ട്. ഇനി ഏകാദശി വ്രതം എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെന്ന് നോക്കാം. എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും ആർക്കെങ്കിലും അറിയാൻ പാടില്ലാത്തതുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. 3 ദിവസത്തെ വ്രതമാണ് ഏകാദശി. ദശമി, ഏകാദശി, ദ്വാദശി. ദശമി ദിവസം ഒരു നേരം അരിയാഹാരം കഴിക്കുക. ബാക്കി 2 നേരം ഫ്രൂട്ട്സോ ലഘുഭക്ഷണമോ ഗോതമ്പോ റാഗിയോ റവയോ അല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങൾ അങ്ങനെ എന്ത് ആഹാരവും കഴിക്കാം. അരിയാഹാരം ഒഴിച്ച് ഏത് ഭക്ഷണവും കഴിക്കാവുന്നതാണ്. സന്ധ്യയ്ക്ക് ശേഷം കഴിവതും പഴവർഗ്ഗങ്ങൾ മാത്രം കഴിക്കുന്നതാണ് ഉത്തമം. ഇനി മെഡിസിൻ എന്തെങ്കിലും കഴിക്കുന്നവരാണെങ്കിൽ അരിയാഹാരം ഒഴിച്ചിട്ടുള്ള ലഘു ഭക്ഷണങ്ങളൊക്കെ കഴിക്കാവുന്നതാണ്. പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം, ദശമിയുടെ അന്ന് തന്നെ തുളസിയിലൊക്കെ പറിച്ചു വെക്കണം. ഏകാദശിയുടെ അന്നും ദ്വാദശിയുടെ അന്നും തുളസിയില പറിക്കാൻ പാടില്ല. രാവിലെ തുളസിക്ക് ജലം സമർപ്പിച്ച് സന്ധ്യയ്ക്ക് ഒരു നെയ്ദീപം കൊളുത്തി വെച്ച് തുളസി ദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ 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 പുണ്യമാണ്. ഇനി ഏകാദശി ദിവസം സൂര്യോദയത്തിന് മുന്നേ ഉണർന്ന് കുളിക്കുക. കുളിക്കുമ്പോൾ എണ്ണ തേച്ചുള്ള കുളി പാടില്ല. പിന്നീട് കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഗംഗാദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കുളിക്കുന്നത് വളരെ ഉത്തമമാണ്. അതായത് ഗംഗാദേവിയുടെ മന്ത്രം ചൊല്ലാവുന്നതാണ്. ഗംഗേച്ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധം കുരു. ഈ ഗംഗാദേവിയുടെ നാമം നിത്യവും കുളിക്കുമ്പോൾ ചൊല്ലിക്കൊണ്ട് കുളിക്കുന്നത് നമ്മൾക്കന്ന് കൂടുതൽ ഉന്മേഷവും ഉണർവോടും ഇരിക്കാൻ ഉപകരിക്കുന്നതാണ്. അതുകൂടാതെ നിത്യവും ഗംഗാ സ്നാനം ചെയ്യുന്നത് വഴി നമ്മളുടെ മുജ്ജന്മ പാപങ്ങളിൽ നിന്നും നമ്മൾക്ക് മുക്തി നേടാനും സാധിക്കും. കുളി കഴിഞ്ഞ് വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, കീറിയ വസ്ത്രം ഒരിക്കലും ധരിച്ചുകൊണ്ട് പൂജ ചെയ്യരുത്. പൂജ ചെയ്യുക മാത്രമല്ല, സ്ത്രീകൾ കീറിയ വസ്ത്രം ധരിക്കാൻ പാടില്ല. അഥവാ വസ്ത്രത്തിന്റെ തയ്യൽ അഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത്
തയ്ച്ചിട്ട് ധരിക്കാവുന്നതാണ്. കീറിയ വസ്ത്രത്തിൽ അലക്ഷ്മി, അതായത് ചേട്ടാ ഭഗവതി വസിക്കുന്നതാണ്. അത് അങ്ങനെ ഈ കീറിയ വസ്ത്രം ധരിക്കുന്നതോടുകൂടി നമ്മൾ ചേട്ടാ ഭഗവതിയെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതിന് തുല്യമാകും. അത് നമ്മുടെ ഐശ്വര്യം നശിപ്പിക്കും. അപ്പോൾ കുളിച്ച് വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി ഭഗവാന് ഒരു നെയ്ദീപം കൊളുത്താൻ മറക്കരുത്. പിന്നീട് നമ്മുടെ കുലദേവതയും മാതാപിതാക്കളെയും പിതൃക്കളെയും മനസ്സിൽ സ്മരിച്ച് ഗണപതി ഭഗവാനോട് പ്രാർത്ഥിച്ച് ലക്ഷ്മി നാരായണനെയും രാധാകൃഷ്ണന്മാരെയും പ്രാർത്ഥിച്ച് ഞാൻ വ്രതമെടുക്കുകയാണ്, തടസ്സങ്ങൾ ഒന്നുമില്ലാതെ ഈ വ്രതം യഥാവിധി എടുത്ത് അങ്ങയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ നമുക്ക് വ്രതം ആരംഭിക്കാവുന്നതാണ്. ഇനി ആർക്കൊക്കെ വ്രതമെടുക്കാൻ സാധിക്കില്ലെന്ന് വെച്ചാൽ, വ്രതമെടുക്കാൻ സാധിക്കാത്ത വിധം ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ മാത്രം വ്രതമെടുക്കാതിരുന്നാൽ മതി. അല്ലാതെ എല്ലാവർക്കും വ്രതമെടുക്കാവുന്നതാണ്. പീരീഡ്സ് ആയാലും പുലവാലായ്മ ഉള്ളപ്പോഴും വ്രതമെടുക്കാം. ഈ ഉദ്ധാന ഏകാദശിക്ക് ഒരു പ്രത്യേകതയുണ്ട്. വ്രതം എടുക്കണമെന്ന ശക്തമായ ആഗ്രഹം ഉള്ളവർക്ക് പോലും വ്രതഫലം ലഭിക്കുമെന്നാണ് പത്മപുരാണത്തിൽ ബ്രഹ്മദേവൻ നാരദർക്ക് ഉപദേശിക്കുന്നത്. അത്ര മഹത്തരമായിട്ടുള്ള ഏകാദശിയാണ് ഉദ്ധാന ഏകാദശി. ഇനി പീരീഡ്സ് ആയവരും പുലവാലായ്മ ഉള്ളവരും വ്രതമെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഭഗവാന്റെ നാമങ്ങൾ മാത്രം ചൊല്ലുക. മന്ത്രങ്ങൾ ഒരിക്കലും ചൊല്ലാൻ പാടില്ല. ഭഗവാൻ വൃതാവസ്ഥയിൽ നമ്മൾ എങ്ങനെയാണോ ഭക്ഷണം കഴിക്കുന്നത്, നിർജ്ജലമായിട്ടോ അതല്ലെങ്കിൽ പഴങ്ങൾ കഴിച്ചോ, അപ്പൊ എങ്ങനെയാണോ വ്രതം എടുക്കുന്നത് ആ രീതിയിൽ തന്നെ വൃതാവസ്ഥയിൽ തന്നെ തുടരുക. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുക തന്നെ ചെയ്യും. പൂജാമുറിയിൽ ദീപം കൊളുത്തുകയോ തുളസിത്തറയിൽ ദീപം കൊളുത്തുകയോ തുളസിയെ സ്പർശിക്കുകയോ ചെയ്യാതിരുന്നാൽ മാത്രം മതി. ഇനി ചിലർ വിഷമത്തോടു കൂടി പറയാറുണ്ട്, ഞാൻ വ്രതം തുടങ്ങി കഴിഞ്ഞിട്ടാണ് എനിക്ക് പീരീഡ്സ് ആയത്, അതെന്തെങ്കിലും ദോഷമാണോ, അങ്ങനെ എനിക്ക് വ്രതം തുടരാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഒരിക്കലും അതൊന്നും ദോഷമുള്ള കാര്യമല്ല. അതൊക്കെ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളാണ്. അതൊന്നും നമ്മുടെ ഭക്തിയെ ബാധിക്കുകയേയില്ല. നമ്മൾ മനസ്സുകൊണ്ട് ഭഗവാനെ സ്മരിച്ചാൽ മാത്രം മതി. ആ ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കുക. എങ്ങനെയാണോ നമ്മൾ വ്രതം എടുക്കുന്നത് അങ്ങനെ തന്നെ തുടരാവുന്നതാണ്. ഇനി ഏകാദശിയുടെ അന്ന് ഉപവാസിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഏകാദശിയുടെ അന്ന് നമുക്ക് നമ്മുടെ ശാരീരിക അവസ്ഥ അനുസരിച്ച് വ്രതമെടുക്കാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ടത്, ഇന്നേ ദിവസം അരിയാഹാരം എന്ന് മാത്രമല്ല, ഒരു ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും ഒന്നും കഴിക്കാൻ പാടില്ല. ചിലർ ഗോതമ്പ് കഴിക്കുന്നത് കാണാറുണ്ട്. ഒരിക്കലും പാടില്ല. ഗോതമ്പ് ധാന്യവർഗത്തിൽ പെടുന്നതാണ്. ഇനി നമുക്ക് എന്തൊക്കെ കഴിക്കാമെന്ന് നോക്കാം. സാധാരണ ജലം മാത്രം കുടിച്ചോ പഴങ്ങൾ മാത്രം കഴിച്ചോ വ്രതമെടുക്കുന്നവരുണ്ട്. ചിലർ നിർജ്ജലമായും എടുക്കാറുണ്ട്. അതൊക്കെ അവരവരുടെ ശാരീരിക സ്ഥിതി അനുസരിച്ചാവണം. നമുക്ക് നമ്മുടെ ശാരീരിക സ്ഥിതി അനുസരിച്ച് വ്രതമെടുക്കാവുന്നതാണ്. ഇനി കഴിക്കാൻ പറ്റുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. എല്ലാത്തരം പഴങ്ങളും കഴിക്കാം, പാല് കുടിക്കാം, പച്ചക്കറികൾ കഴിക്കാം, മണ്ണിനടിയിൽ പിടിച്ച എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളും കഴിക്കാം, കപ്പലണ്ടി കഴിക്കാം, ചൗവരി കഴിക്കാം, ചൗവരി പാലിൽ കാച്ചി കുടിക്കാം. ഇതൊക്കെ നമുക്ക് കഴിച്ചുകൊണ്ടും വ്രതമെടുക്കാം. ഇനി ഭക്ഷണം കഴിച്ചുകൊണ്ട് വ്രതമെടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ടുന്നത്, ഓരോ ഏകാദശിക്കും ഹരിവാസര സമയമുണ്ട്. അതായത് ഏകാദശി തിഥിയുടെ അവസാനത്തെ 6 നാഴികയും ദ്വാദശി തിഥിയുടെ ആദ്യത്തെ 6 നാഴികയും വരുന്ന സമയം. ഈ സമയത്ത് ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ആ സമയത്ത് മാത്രം കഴിവതും ഭക്ഷണം കഴിക്കാതിരിക്കുന്നതാണ് ഉത്തമം. ബാക്കി സമയങ്ങളിൽ നമുക്ക് ഭക്ഷണം കഴിക്കാവുന്നതാണ്. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണം കഴിക്കാതിരിക്കുന്നതല്ല വ്രതം. ഉപവാസം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനം. അതായത് ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുന്നതാണ്. സദാ മനസ്സുകൊണ്ട് ഭഗവാന്റെ അടുത്തിരിക്കുക. ഉപ എന്നാൽ അടുത്ത്, വസിക്കുക,
ഇരിക്കുക. മനസ്സുകൊണ്ട് ഭഗവാന്റെ അടുത്തിരിക്കുക. കഴിയുന്നതും സംസാരം കുറച്ച് മൗനമായിരിക്കാൻ ശ്രദ്ധിക്കുക. ഓഫീസിലാണെങ്കിൽ കൂടി നമ്മുടെ ജോലി ചെയ്യുന്നതോടൊപ്പം ഭഗവാനെ സ്മരിക്കുക. ആരെയും വേദനിപ്പിക്കാതിരിക്കുക, കളിയാക്കാതിരിക്കുക, കുറ്റം പറയുക, ദേഷ്യപ്പെടുക, ഇതൊക്കെ ഒഴിവാക്കുക. ഹരിവാസന സമയത്ത് നമുക്ക് അറിയാവുന്ന ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുക. ഓരോ ഏകാദശിക്കും വ്രതമാഹാത്മ്യ കഥകളുണ്ട്. അത് കേൾക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഒക്കെ ശ്രേയസ്കരമാണ്. പിറ്റേന്ന് ദ്വാദശി ദിവസം പാരണ സമയത്ത് തന്നെ വ്രതം അവസാനിപ്പിക്കുക. അത് ഏകാദശി വ്രതത്തിന്റെ മാത്രം മഹത്വമാണ്. പാരണ സമയത്ത് തന്നെ വ്രതം അവസാനിപ്പിക്കുന്നത്. കാരണം അത്രമാത്രം പ്രാധാന്യമാണ് നമ്മൾ ഈ വ്രതത്തിന് കൊടുക്കുന്നത്. ദ്വാദശി ദിവസം പാരണ വീട്ടിയാലും വ്രതത്തിൽ തന്നെ തുടരേണ്ടതാണ്. അന്നും ഒരിക്കൽ മാത്രം അരി ആഹാരം കഴിക്കുക. ദശമി ദിവസം നമ്മൾ എങ്ങനെയാണ് വ്രതം എടുത്തത് അതുപോലെ തന്നെ ദ്വാദശി ദിവസവും വ്രതത്തിൽ തന്നെ തുടരേണ്ടതാണ്. ഇനി എങ്ങനെയാണ് പാരണ വീടേണ്ടത് എന്ന് നോക്കാം. രാവിലെ കുളിച്ച് തുളസി ദേവിക്ക് ജലം സമർപ്പിക്കുക. തുളസി ദേവിക്ക് ജലം സമർപ്പിക്കുമ്പോൾ 3 തവണ തുളസി ദേവിയെ വലം വെച്ച് തുളസി ദേവിയുടെ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് വേണം ജലം സമർപ്പിക്കാൻ. തുളസി ദേവിയുടെ മന്ത്രം: പ്രസീത തുളസി ദേവി, പ്രസീത ഹരിവല്ലഭേ, ക്ഷീരോദ്മദനോദ്ഭവേ, തുളസീത്വം നമാമിഹം. ഞാനിതിവിടെ എഴുതിയിടുന്നുണ്ട്. ക്ഷീരസമുദ്രം മതിച്ചപ്പോൾ ഉദിച്ചവളായ ഹരിയുടെ പ്രിയയായ തുളസി ദേവി, നീ പ്രസാദിക്കണമേ, ഞാൻ നിന്നെ നമസ്കരിക്കുന്നു. ഇതാണ് ഇതിന്റെ അർത്ഥം. അങ്ങനെ തുളസി ദേവിക്ക് ജലം സമർപ്പിച്ചതിന് ശേഷം ശുദ്ധിയോടുകൂടി നമ്മുടെ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി ഭഗവാന്റെ നാമം ചൊല്ലി പ്രാർത്ഥിക്കുക. അന്നും ഏകാദശി ദിവസവും ഭഗവാന് എന്തെങ്കിലും നൈവേദ്യം സമർപ്പിക്കാൻ മറക്കരുതേ. ഒരു ചെറുപഴമോ ഒരു ഗ്ലാസ് പാല് കാശിയതോ അവിലോ ഒക്കെ സമർപ്പിക്കാവുന്നതാണ്. വെണ്ണ സമർപ്പിക്കാം. അപ്പോൾ അവില് സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്നത് അത് നമ്മൾ കഴിക്കാൻ പാടുള്ളതല്ല. നമുക്ക് വീട്ടിൽ പാരണ വീടാവുന്നതാണ്. അതല്ലെങ്കിൽ ക്ഷേത്ര ദർശനം ചെയ്ത് ക്ഷേത്രത്തിൽ നിന്നും തുളസി തീർത്ഥം സേവിച്ച്, അതല്ലെന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിലെ തീർത്ഥം സേവിച്ചും നമുക്ക് പാരണ വീടാവുന്നതാണ്. ഇനി വീട്ടിൽ പാരണ വീടുന്നത് ഒരു ഗ്ലാസ് ജലത്തിൽ തുളസിയിലയിട്ട് അതിൽ കുറച്ച് ഉണക്കലരിയോ മലരോ ഇട്ട് ഭഗവാന്റെ ഒരു മന്ത്രമുണ്ട്. ആ മന്ത്രം ചൊല്ലിക്കൊണ്ട് വേണം നമ്മൾ പാരണ വീടേണ്ടത്. മന്ത്രം എങ്ങനെയാണ്? ഭോക്ഷേഹം പുണ്ടരീകാക്ഷ ശരണമേ ഭവച്യുത. അപ്പൊ അത് ഞാൻ ഇതിവിടെ എഴുതിയിടാം. ഭഗവാനോട് പ്രാർത്ഥിക്കുക: ഞാൻ ഈ എടുത്ത വ്രതത്തിന്റെ പാപവും പുണ്യവും എല്ലാം ആ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. അചഞ്ചലമായ ഭക്തി തരണമേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുക. ഇനി ഈ ഉത്ഥാന ഏകാദശി യഥാവിധി അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് എന്തൊക്കെ ഫലങ്ങളാണ് ലഭിക്കുന്നതെന്ന് നോക്കാം. പൂർവജന്മ പാപങ്ങളിൽ നിന്ന് മോചനം, കുടുംബ സൗഖ്യം, സമ്പൽ സമൃദ്ധി വർദ്ധിക്കും, ലക്ഷ്മി കടാക്ഷവും ലഭിക്കും. മരണാനന്തരം വൈകുണ്ഠ ലോകം പ്രാപിക്കാനും സാധിക്കും. ഇന്ന് നമുക്ക് ഈ ഉത്ഥാന ഏകാദശിയുടെ വ്രതമാഹാത്മ്യകഥ കേൾക്കാം. അതിനുശേഷം ഹരിവാസര സമയവും പാരണ സമയവും പറയാം. ഇനി ഈ ഉത്ഥാന ഏകാദശി യഥാവിധി അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് എന്തൊക്കെ ഫലങ്ങളാണ് ലഭിക്കുന്നതെന്ന് നോക്കാം. പൂർവജന്മ പാപങ്ങളിൽ നിന്ന് മോചനം, കുടുംബ സൗഖ്യം, സമ്പൽ സമൃദ്ധി വർദ്ധിക്കും, ലക്ഷ്മി കടാക്ഷവും ലഭിക്കും. മരണാനന്തരം വൈകുണ്ഠ ലോകം പ്രാപിക്കാനും സാധിക്കും. ഇന്ന് നമുക്ക് ഈ ഉത്ഥാന ഏകാദശിയുടെ വ്രതമാഹാത്മ്യകഥ കേൾക്കാം. അതിനുശേഷം ഹരിവാസര സമയവും പാരണ സമയവും പറയാം. ലക്ഷ്മി ദേവി ഒരിക്കൽ ഭഗവാൻ വിഷ്ണുവിനോട് പരിഭവം പറഞ്ഞു. ഇത് പത്മപുരാണത്തിലാണ് പറയുന്നത്. ഭഗവാൻ മഹാവിഷ്ണു ക്ഷീരസാഗരത്തിൽ അനന്തശേഷശയിൽ വിശ്രമിക്കുന്ന സമയത്ത്, അതായത് ഭഗവാൻ മഹാവിഷ്ണു ലോക സംരക്ഷണത്തിന്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കി ചതുർമാസ കാലത്ത് നിദ്രയിൽ പ്രവേശിക്കാറുണ്ട്. ആ സമയത്ത് ദേവി സദാ ഭഗവാനോടൊപ്പമായിരിക്കും, അല്ലേ? ഭഗവാനെ സേവിച്ചുകൊണ്ടേയിരിക്കും.
ഓരോ വർഷവും ആഷാഢ ശുക്ല ഏകാദശി ദിനത്തിൽ ഭഗവാൻ 4 മാസം ഉറങ്ങുമ്പോൾ ലക്ഷ്മി ദേവിക്ക് അതിയായ ദുഃഖം തോന്നി. ദേവി വിചാരിച്ചു, എന്റെ പ്രഭു എല്ലായ്പ്പോഴും ലോകഹിതത്തിനായി നിദ്രയിൽ പ്രവേശിക്കുന്നു. എനിക്ക് അന്ന് സന്നിധിയില്ല, പൂജിക്കാനും പറ്റുന്നില്ല. ലോകജനങ്ങളും അന്ന് ഭഗവാന്റെ ദർശനം ലഭിക്കാത്തതിൽ ദുഃഖം അനുഭവിക്കേണ്ടിയും വരുന്നു. അങ്ങനെ ഒരിക്കൽ കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷം എത്തിയപ്പോൾ 4 മാസം കഴിഞ്ഞിട്ടും മഹാവിഷ്ണു ഉണരാതെ നിദ്രയിലിരുന്നു. അപ്പോൾ ലക്ഷ്മി ദേവി തന്റെ പ്രഭുവിനെ സമീപിച്ചു പറഞ്ഞു, പ്രഭു, താങ്കളുടെ ഈ ദീർഘനിദ്ര മൂലം ലോകം മുഴുവൻ മൗനം നിറഞ്ഞിരിക്കുന്നു. ദേവന്മാരും മനുഷ്യരും പൂജകൾ നടത്താതെ ഇരിക്കുന്നു. ധർമ്മകാര്യങ്ങൾ എല്ലാം മന്ദമായി പോകുന്നു. എത്ര കാലമായി ഞാൻ അങ്ങയുടെ മുഖം കാണാതിരിക്കുന്നു. ലോകഹിതം ആലോചിച്ച് ഭഗവാനെ ഉണരണേന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ വിഷ്ണു നിദ്രയിൽ നിന്നുണർന്ന് സ്നേഹപൂർവം പറഞ്ഞു, പ്രിയലക്ഷ്മി, ഞാൻ ചതുർമാസത്തിൽ വിശ്രമിക്കുന്നത് ലോകസമത്വത്തിനു വേണ്ടിയിട്ടാണ്. ഭൂമിയിലെ ജീവികൾക്ക് കർമ്മഫലങ്ങൾ ശരിയായി ലഭിക്കാനാണ് ഞാൻ നിദ്രയിൽ പ്രവേശിക്കുന്നത്. എന്നാൽ നിന്റെ വാക്ക് ശ്രുതിയാവട്ടെ. ഇനി മുതൽ ഞാൻ കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ദിനത്തിൽ ഉണരുന്നതായിരിക്കും. അതേ ദിവസം തന്നെ ഭഗവാൻ മഹാവിഷ്ണു ഉണർന്നു ലക്ഷ്മി ദേവിയോടൊപ്പം തുളസി മഠത്തിലിരുന്നു ലോകഹിതം പ്രാർത്ഥിച്ചു. കൂടാതെ അന്ന് വൈകുന്നേരം തുളസിയും സാളഗ്രാമവുമായി ദിവ്യവിവാഹം നടന്നു എന്നാണ് വിശ്വാസം. ലക്ഷ്മി ദേവി തന്നെയാണ് തുളസിയെ അഭിഷേകം ചെയ്ത് സാളഗ്രാമവുമായി കല്യാണം നടത്തിയതെന്നാണ് പറയുന്നത്. കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷ ദ്വാദശി തിഥിയിലാണ് വിവാഹം നടന്നത്. അതുകൊണ്ട് തുളസി വിവാഹ ദിനം എന്നും പറയപ്പെടുന്നു. ഭഗവാൻ വിഷ്ണുവിന്റെ ഉണർവിനെ തുടർന്ന് ദേവന്മാർ സന്തോഷത്തോടുകൂടി പ്രാർത്ഥിച്ചു, നമോ ഉദ്ധാന രൂപായ നിദ്ര വ്യാജേന ഗോപിനെ ഉണർത്തും ലോകസൗഖ്യായ പ്രബോധായ നമോ നമ. തുളസി കല്യാണ മഹാത്മ്യകഥ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ബ്രഹ്മദേവൻ നാരദർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ ഏകാദശി വ്രതത്തിന്റെ മഹാത്മ്യം. അതായത് ഉറച്ച വിശ്വാസത്തോടുകൂടി ഈ ഏകാദശി വ്രതം എടുക്കുന്നവർക്ക് പർവ്വതം പോലെ ഉറച്ച പുണ്യം ലഭിക്കുന്നതാണ്. അതുകൂടാതെ ഈ ഏകാദശി വ്രതം എടുക്കുവാനുള്ള ആഗ്രഹം, അതായത് ആത്മാർത്ഥമായ ആഗ്രഹം ആർക്കാണോ ഉണ്ടാകുന്നത് അവർക്ക് 100 ജന്മങ്ങളിലെ പാപങ്ങൾ പോലും നശിക്കുമെന്നാണ്. അത്രമാത്രം പ്രാധാന്യമുള്ള ഏകാദശിയാണിത്. ഈ ഏകാദശി വ്രതം എടുക്കുന്നവർക്ക് അശ്വമേധയാഗം നടത്തിയതിന്റെ പുണ്യവും ലഭിക്കുന്നതാണ്. കൂടാതെ എല്ലാ പുണ്യതീർത്ഥങ്ങളിലും സ്നാനം ചെയ്തതിന്റെ പുണ്യവും ലഭിക്കും. കൂടാതെ ഈ ഏകാദശി വ്രതം എടുക്കുന്നവർ രാത്രി ഉറക്കമൊഴിഞ്ഞിരുന്ന് പ്രാർത്ഥിച്ചാൽ അവരുടെ പൂർവികർക്ക് മോക്ഷം ലഭിക്കുമെന്നാണ് പറയുന്നത്. ഇതൊക്കെ ബ്രഹ്മദേവൻ നാരദ മഹർഷിക്ക് ഉപദേശിച്ചതാണ്. ഈ വർഷത്തെ ഉത്ഥാന ഏകാദശിയുടെ ഹരിവാസര സമയം വരുന്നത് നവംബർ 2-ാം തീയതി വെളുപ്പിനെ 12:56 മുതൽ നവംബർ 2-ാം തീയതി ഉച്ചയ്ക്ക് 12:56 വരെയാണ്. പാരണ സമയം വരുന്നത് നവംബർ 3-ാം തീയതി രാവിലെ 6:11 മുതൽ 10:08 വരെയുള്ള സമയത്താണ്. എല്ലാവർക്കും ഈ ഉത്ഥാന ഏകാദശി എടുത്ത് ഭഗവാൻ മഹാവിഷ്ണുവിന്റെയും ലക്ഷ്മി ദേവിയുടെയും പൊന്നു ഗുരുവായൂരപ്പന്റെയും രാധാറാണി അമ്മയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സർവം ശ്രീ രാധേ കൃഷ്ണ അർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.